ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായാലും എല്ലാവരും കണ്ടിട്ട്. നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു? അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യമാണ്. എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം, അതായത് നമ്മുടെ കർക്കിടകമുണ്ടല്ലോ, കർക്കിടകാവ് ആ രാത്രി എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ വലിയമ്മ പ്രേതകഥയും കൊണ്ട് വന്നേക്കായിരിക്കുന്നു കേട്ടോ. പക്ഷെ പ്രേതകഥയൊന്നുമല്ല. എനിക്ക് അന്നേരം രണ്ടായിരം അനുഭവം കേട്ടോ. രാത്രിയിൽ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. നമ്മൾ തർപ്പണത്തിന് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നേരത്തെ കാലത്ത് ചെയ്ത് ചെയ്യാൻ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ ഇരുന്നപ്പം പെട്ടെന്നാണ് ഓർത്തത്, ഇല മുറിക്കാൻ വേണ്ടി കത്തി കൊണ്ട് വെളി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പം ഒരു 11:30 ആയിട്ടപ്പം ഞാൻ കത്തി എടുക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയപ്പം പെട്ടെന്ന് എന്തോ ഒരു കഥ തുറന്ന് വെളിയിലിറങ്ങിയത്. അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി, ഒരു പെട്ടെന്ന് നടന്നു പോകുന്ന ഒരു കാൽപെരുമാറ്റം പോലെ എനിക്ക് തോന്നിച്ചേ. ഞാൻ വേഗം നോക്കി, പക്ഷെ ഒന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി കത്തിയെടുത്തു. തിരിച്ചു വന്നപ്പം ആ ഒരു സൗണ്ട് കേട്ട ഭാഗത്തൊന്നുകൂടെ ഞാൻ നോക്കിയപ്പം ഒന്നും എനിക്ക് വേറെ ഒന്നും ആയിട്ട് തോന്നിച്ചില്ല. പക്ഷെ നല്ലൊരു കാൽപെരുമാറ്റം ഞാൻ കൃത്യമായിട്ട് ഞാൻ കേട്ടതാണ്. നല്ലതായിട്ട് നടന്നു പോകുന്നൊരു സൗണ്ടാണ് എനിക്ക് തോന്നിച്ചത്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തുവാ ഇതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിന്നു. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ വേഗം ഒന്നുകൂടി ലൈറ്റ് ഇട്ട് നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇനി രാത്രിയിൽ ഇനി വല്ല പൂച്ചയോ എന്തെങ്കിലുമൊക്കെ ചാടി. പക്ഷേ പൂച്ചയും പട്ടിയൊന്നും ചാടിപ്പോകുന്ന സൗണ്ടല്ല കേട്ടത്. ആ സൗണ്ടേ അല്ലായിരുന്നു. കൃത്യം നമ്മൾ മനുഷ്യൻ നടന്നു പോകുമ്പം കാൽപെരുമാറ്റം കേൾക്കാമല്ലോ, അതുപോലൊരു കാൽപെരുമാറ്റമാണ് ഞാൻ കേട്ടത്. ഒരു സാരംകറിൽ അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുമ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ മരിച്ച ആൾക്കാരൊക്കെ എന്തൊക്കെയോ അവർക്ക് എന്തെങ്കിലും പ്രത്യേകത കാണുമല്ലോ. അവർക്ക് ചിലപ്പം ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തെ ഒരു സ്മെല്ലോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും സ്പ്രേയോ, അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ അല്ലേ കുഴമ്പോ എണ്ണയോ അങ്ങനത്തെ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടല്ലോ അവർ ഉപയോഗിക്കുന്നു. നമുക്കങ്ങനൊരു നമ്മുടെ പിതൃക്കളൊക്കെ ഇങ്ങനെ വരുന്ന അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ട്. ഇങ്ങനെ അവരാണ് വരുന്നത്. അപ്പം എനിക്ക് പെട്ടെന്നൊരു എണ്ണയുടെ ഒരു കുഴമ്പൻ്റെയൊക്കെ സ്മെല്ല് എനിക്ക് തോന്നിച്ചത്. നമുക്ക് നമ്മുടെ ഒരു മരിച്ച ഒരു വല്യച്ഛനാണ്, ആ വല്യച്ഛൻ ഉപയോഗിക്കുന്ന അതേ ഒരു എണ്ണയുടെയും കുഴമ്പിൻ്റെയൊക്കെ സ്മെല്ല് എനിക്ക് തോന്നിച്ചത് കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് പക്ഷെ പേടിയൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ. വേഗം ഞാൻ കയറി കഥ അടച്ച് ഞാൻ അകത്ത് കയറിപ്പോയി കേട്ടോ. അങ്ങനെ എനിക്ക് കർക്കിടകവാവിൽ നിന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ശരിയാണ്, പറയണം നിങ്ങളോടൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെയും പറയണമെന്ന് വിചാരിച്ചത്. പിന്നെയും വിചാരിച്ചെന്ന് പറഞ്ഞേക്കാം. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കാണുമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ അനുഭവമുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം ഇതാണ് എനിക്കിത് പറയാനുള്ളത്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ. അപ്പം സോറി പോട്ടെ.